ഹായ് ഹലോ, ദേവൂസ് ജ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഒരു കുക്കിംഗ് വിശേഷങ്ങളുമായിട്ടാണ്. ഈ അടുത്തൊരു കല്യാണത്തിന് പോയപ്പം അവിടുന്ന് കഴിച്ച ഒരു അച്ചാറാണ്. അന്നേ വിചാരിച്ചാണ് ഇതൊന്നും ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പം മാങ്ങയും ക്യാരറ്റും ഒക്കെ കിട്ടിയപ്പം ഞാനും ഒന്നുണ്ടാക്കി നോക്കി. അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പം എല്ലാവരും ഇത് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്കിന്ന് നല്ല ഫ്രഷ് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്. അതൊരു 5 എടുത്തിട്ടുണ്ട്. ഒരു 4-5 ക്യാരറ്റും കൂടി എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്ത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വൃത്തിയാക്കി വെച്ച മാങ്ങയും ക്യാരറ്റും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. നമ്മൾ സാധാ മാങ്ങാക്കറിക്കൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട് വേണമെങ്കിലും അരിയാം, അല്ലെങ്കിൽ നീളത്തിലും അരിയാവേ. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നീളത്തിലാണ് ഇത് അരിഞ്ഞെടുക്കുന്നത്. ആദ്യം തന്നെ ക്യാരറ്റ് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റെല്ലാം ചെറുതായിട്ട് നീളം കുറഞ്ഞ് അരിഞ്ഞൊന്നെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് മാങ്ങ ഇതുപോലെ തന്നെ ചെറുതായിട്ട് ഇതേ നീളത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ ക്യാരറ്റെല്ലാം നീളത്തിൽ അരിഞ്ഞ് മാറ്റി വെച്ച് ഇനി നമുക്ക് മാങ്ങ അതുപോലെ തന്നെ കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയും ക്യാരറ്റും എല്ലാം ഒന്ന് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ തിരുമ്മി വെക്കാം. അങ്ങനെ ഉപ്പ് തിരുമ്മി വെക്കുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ ഒന്നുകൂടെ സോഫ്റ്റ് ആകും. അതിനായിട്ടൊരു ബൗളെടുത്ത് ആദ്യം ക്യാരറ്റോ മാങ്ങയോ നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഒരു 1.5 സ്പൂണ് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയിലും ക്യാരറ്റും എല്ലാം നന്നായിട്ട് ഉപ്പ് മിക്സ് ചെയ്തതിന് ശേഷം അതോടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം നമുക്കിതിനാവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നന്നാക്കി എടുത്തുകൊണ്ട് വരാം. ആദ്യം തന്നെ ഒരു 3 കുടം വെളുത്തുള്ളി ഒന്ന് പൊളിച്ചത് തൊലിയൊക്കെ കളഞ്ഞു നന്നായിട്ടൊന്ന് നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4-5 ചെറിയ ഉള്ളി ഒന്ന് കടുക് മുപ്പിക്കാനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങ ക്യാരറ്റ് അച്ചാറിന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അത് അച്ചാറിടുന്നതിനായിട്ട് ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് ഉലുവായും കടുകും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവായും കടുകും എല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളിയുടെയൊക്കെ നിറം ഒന്ന് മാറി ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി എല്ലാം ഒന്ന് എണ്ണയിൽ കിടന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് പറഞ്ഞാൽ അധികം പൊടികളൊന്നുമല്ല, മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനായിട്ട് 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയും കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെച്ച മസാലയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വെള്ളം വരും. അത്രയ്ക്ക് നല്ലൊരു മണമാണ് അന്നേരം വരുന്നത്. സിമ്മിലിട്ടുകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ആ മഞ്ഞൾപ്പൊടിയുടെയും കായപ്പൊടിയുടെയും എല്ലാം ടേസ്റ്റ് നമ്മുടെ മാങ്ങയിലും ക്യാരറ്റിലും എല്ലാം നല്ലതുപോലെ പിടിക്കാനായിട്ട് അത് നല്ലതുപോലെ അത് മിക്സ് ചെയ്യണേ. ഒരു 10-15 മിനിറ്റ് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. അപ്പം ഇത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ വിനാഗിരി ഒഴിച്ചാൽ അത് ഇരുന്നോളും.
അപ്പോൾ ഇനി ക്യാരറ്റും മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഇത് നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും, തീരുന്നത് പോലും നമ്മൾ അറിയത്തില്ല, അത്രയ്ക്ക് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.